ഹനീഫ എന്താ എവിടേക്കാ അന്തം വിട്ടിട്ട് ഗ്ലാസ് ഒക്കെ വെച്ച് പോണ്? ഒന്നുമില്ല ചെങ്ങായി, നമ്മളിങ്ങനെ പേരന്നിട്ട് നമ്മള് ഗ്ലാമർ ആണെങ്കിലും കാണണ്ടേ. മയില് കരയുണ്ട് അന്നെ കണ്ടിട്ട്. കുയിലൊക്കെ കരയും. അല്ല ഇജാണ്ട് പോണ്ട, കുഞ്ഞാപ്പ് എന്നെ കാണണ്ട, അവിടെ ഉണ്ട്. കുഞ്ഞാപ്പ് അവിടെ ഉണ്ടോ? ഞാൻ ഇപ്പൊ കുഞ്ഞാപ്പിന്റെ പേരെ പോയപ്പോ പറഞ്ഞല്ലോ, കുഞ്ഞാപ്പ് എന്താ തൊഴിലുറപ്പേരെ എന്താ കുടുംബശ്രീക്ക് അടുത്ത പരിപാടി അത് കഴിഞ്ഞ് വന്നിക്കണ്. എടാ ഓൻ പറഞ്ഞേ ഞാൻ കുടുംബശ്രീക്ക് പോരാറുണ്ട്, ഇപ്പൊ പിന്നെയും പോയിക്കണടാ. അവിടെ നിക്കണ്ട് അന്നെ കാണുന്നതാണ്. ഞാൻ ഓന്റെ പെരേക്ക് പോയിച്ചാ ഓന്റെ കാല് പിടിക്കാൻ വേണ്ടിട്ടാണ്. ചെങ്ങായി എന്നോട് പറയാൻ, ഓനക്ക് ആ ചന്ദ്രേട്ടൻ ഉണ്ടല്ലോ, ചന്ദ്രേട്ടൻ എന്താ പൈസ 100 റുപ്യ പറ്റിച്ച് കൊണ്ടുപോയി എന്നോട്. അപ്പൊ എന്നോട് പറഞ്ഞു അലിഫ പൈസ ഒന്ന് മേടിച്ചു തരും, അനക്ക് എന്തെങ്കിലും തരാറ്. അപ്പൊ 100 റുപ്യ അല്ല, ഞാൻ പറഞ്ഞ ഒരു 70 റുപ്യ തന്നാ മതിയായിരുന്നു. അങ്ങനെ ഓന് 70 റുപ്യ കൊടുത്തൊക്കെ ഒപ്പിച്ചു. എനിക്ക് 70 അറിയില്ല. അങ്ങനെ 70 75 റുപ്യ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് 70 ഉള്ളൂ. അങ്ങനെ ഒപ്പിച്ചു കൂടുന്നിട്ട് മോനെ ഞാൻ ചന്ദ്രേട്ടനെ പരിധി പോയി. ഞാൻ പറഞ്ഞു ചന്ദ്രേട്ടൻ നിങ്ങളെ കുഞ്ഞാപ്പിന് ഇങ്ങനെ പൈസ കൊടുക്കല്ലാണ്ട് കൊടുത്താളി പറഞ്ഞു. ചന്ദ്രേട്ടൻ ചൂടായടാ. ചന്ദ്രേട്ടൻ പറയടാ ഞാന് കുഞ്ഞാപ്പ് ഓന്റെ ഉമ്മ ഇങ്ങനെ കൊടുക്കണ്ടെന്ന് സോൾവ് ആയിക്കണ. എടാ ഇജ്ജ പറ്റിച്ച് പഠിക്കാൻ എന്റെ അടുത്ത് വരില്ലടാ, ഇജ്ജൊരു പണിക്കും പോലെ അങ്ങനെ നടക്കും പറഞ്ഞിട്ട് ഇന്റെ അവിടെ മണ്ടിച്ച്. അവജും പണിക്ക് പോവില്ലേ? കേക്ക് ഞാൻ മഴത്തെ ഇങ്ങനെ പണിക്ക് പോയി. പിന്നെ വെയിലാകുമ്പോ നമ്മളെ ഗ്ലാമറൊക്കെ പോവില്ലേ? ശരിയാണ്. അങ്ങനെ ചങ്ങാതി ഇപ്പൊ കുഞ്ഞാപ്പ് തെരഞ്ഞെടുക്കാണ്. അതിനാണ് തെരഞ്ഞെടുക്കണേ? കുഞ്ഞാപ്പ് തെരഞ്ഞെടുക്കാണ്. എന്നോട് പറഞ്ഞ ഈ പൈസ കൊടുത്തിട്ട് 50 റുപ്യാന്ന് എന്നോട് പറഞ്ഞു തോന്നില്ല. എന്നോട് ആരാ പറഞ്ഞു? ഇപ്പൊ എന്നെ കണ്ടിട്ട് 70 കൊടുക്കേണ്ടി വരും. ഞാൻ പോകടാ, ഞാനേ വെല്ല എവിടേക്കും പോട്ടെ. ഞാൻ അങ്ങോട്ട് പോകുമ്പോ കണ്ടതിന് പറഞ്ഞ ഞാൻ ഓർത്തിട്ട് ജിന്നെ കണ്ടില്ലാനാ മതി. ഇത് കാഞ്ചി ചെയ്താൽ മതിയേ. അനിപ്പോ ബാംഗ്ലൂർക്ക് പോയിക്കണ്, അവിടെ പോയിട്ട് പൈസ അയച്ചു തരാന്നാ മതി. ചോദിച്ചോളൂ, തടിയപ്പെട്ടെ ഞാൻ പോയില്ല. എന്താടാ ഇവിടെ എല്ലാ അന്ന അനീഫ് കണ്ടില്ലേ? ഓനെ തെരഞ്ഞെടുക്കന്നെ ഞാന് മാനേ. എന്നെ ഓൻ വല്ലാത്ത പറ്റിക്കലെ പറ്റിച്ചിട്ടാ. ഓന് അങ്ങോട്ട് പോയിരുന്നല്ലോ. എവിടക്ക്? കൊറേ നേരത്തെ പോയിരുന്നു. ഞാൻ കണ്ടിട്ടില്ലട്ടാ. എന്നോട് പറയാന് ഞാനേ കുടുംബശ്രീന്റെ പരിപാടി ഉണ്ടായിരുന്നു മാനേ. എന്നോട് ഭാഗ്യമ്മ പറഞ്ഞ് ഞാൻ തൊഴിലുറപ്പിന് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എന്നോട് പറഞ്ഞ് പഞ്ചായത്തിന് ഒരു വെറുതെ കിടക്കട്ടെ, പോകുമ്പോ എടുക്കട്ടെ. ഞാനാണ് മഴ കൊണ്ടിട്ട് വെറുകാരം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. മഴ കൊണ്ടിട്ട് ഒക്കെ നനഞ്ഞു ഒളിച്ചിട്ട് ഇമ്മ അനങ്ങ നേരത്തെ കാലം ചോറ് തരൂല. ഇമ്മ അറിയാം വെറുകില്ലായിട്ടല്ലടാ, കുറച്ച് വെറുതെ ഉണ്ടാക്കിക്കൊണ്ടായിരുന്നു. ഞാൻ ഇത് കൊടുത്തമ്മ ചോറ് കഴിക്കാറല്ലേ. അങ്ങനെ എന്നോട് ഭാഗ്യമ്മ പറഞ്ഞു. ഞങ്ങളപ്പോ കുടുംബശ്രീയിലുണ്ട്, കുടുംബശ്രീ അല്ലേ തൊഴിലുറപ്പിലുണ്ട്. അപ്പൊ പഞ്ചായത്തിന് വിളിച്ച് പറഞ്ഞത്ര എന്താണ് നാളെ പണിയെടുക്കണ്ട, എല്ലാരും കുടുംബശ്രീയിൽ പങ്കെടുക്കണം. 25-ാമത്തെ 26-ാമത്തെ വാർഷിക അത്രേ. അപ്പൊ മോനെ ഞാന് എന്താ ചെയ്ത് കവർ കൊടുത്തിട്ട് ബാക്കിയുണ്ടെങ്കിൽ പെരേക്ക് കൊണ്ടുപോവാച്ചിട്ട് ഞാൻ ചെന്നപ്പോ 1000-900 പെണ്ണുങ്ങള്. എന്നോട് പറയാം ഒറ്റ ആണുങ്ങളില്ലടാ, എല്ലാരും ഇന്നെങ്ങനെ നോക്കന്നെ. എന്നിട്ട് ഒരു പെണ്ണ് മറ്റേ പെണ്ണോട് ഇങ്ങോട്ടൊക്കടി ഒന്ന് വന്നിക്കണോക്കടീന്ന് കഞ്ഞി പിടിച്ച് വന്നപ്പോഴേ ഒരു ആഴ്ച ഞാൻ ചോറൊക്കെ കൊണ്ടുപോകുന്നു. കൊറേ കഴിഞ്ഞ് മെമ്പറും ഇവരൊക്കെ വന്ന ഉദ്ഘാടനം കഴിഞ്ഞ് ചായയും ബിസ്ക്കറ്റും ഒക്കെ ഞാൻ കുടിച്ചിട്ടാ. ഇതാണ് ഞാനാണ് എന്നോട് പറയാൻ കള്ള കാര്യാക്കിട്ടാ പോയിക്കുന്നത്. ഞാൻ ബിരിയാണി ഇട്ട് പോയതാണ്. അപ്പൊ ബിരിയാണി ഒന്നും ഉണ്ടായിട്ടില്ല, സദ്യയായിരുന്നു. അപ്പൊ അതല്ലേ രസം. സൂത്രം നോക്കണം. ഒരു ഡാൻസ് തുടങ്ങിട്ട് അവര് പറഞ്ഞു ഈ ഡാൻസ് കഴിഞ്ഞ പാട് ചോറെടുക്കൽ തുടങ്ങൂന്ന്. ഈ പെണ്ണുങ്ങൾ ആരെയാണെങ്കിലും ഞാൻ ഈ ഡാൻസ് കുറച്ച് തുടങ്ങി വേഗം താഴ്ത്തു പോയി ഒരു പാത്രം മേടിച്ചു ആർച്ചു ചോറും ഒരു ഗ്ലാസ് രസം എന്ന് പറഞ്ഞ സാധനമൊക്കെ ഒഴിച്ച് ഞാൻ ഫുള്ളാക്കിട്ടാ. എന്നോട് പറയാം ഇത് കഴിഞ്ഞ പാടുണ്ട് പെണ്ണുങ്ങളൊക്കെ പാടി ഇറങ്ങി വരണി. ആർക്കും കിട്ടി കൊണ്ടു തിരക്കാണ്. ഞാൻ 13 തിന്ന് എന്നിട്ട് മോനെയാണ്ട് പോരിയാണ് ഇപ്പൊ. ചോറ് കൊണ്ടുവരാൻ പറ്റില്ല. കുടുംബശ്രീന്റെ പണിയല്ല ഓടിയെത്തിയല്ലോ അവിടുന്ന്. ഓടിയെത്തിയാലെന്താ ഓരോ പണിയൊന്നല്ലല്ലോ, ഇത് എല്ലാവർക്കും ഉള്ള കേന്ദ്രത്തിന്റെ പണി അത്ര. ഓരോ പണിയല്ലെങ്കിൽ ഓടിയത് ചോറിട്ടിയ പിന്നെ ഓടണ്ടേ. ഇന്നലെ ഓടിയെത്തിയതല്ല. ഞാൻ പോലും ഇങ്ങനെ പറഞ്ഞ് ഓരോ വായിലൊക്കെ നോക്കരുത്, ആണുങ്ങളെ പോലെ അവിടെ പോയി പണിയെടുക്കാന്. ആണുങ്ങളാണെങ്കിൽ ഓരോ അനങ്ങൊന്നും മുണ്ടൂല. അപ്പൊ ഞാനും ഇവര് 10 മണി വെച്ചിട്ട് കണ്ടില്ല. എന്നാലും അന്നെ വണ്ടിച്ചല്ലോ.
എല്ലാടാ അനിപ്പ കൊടുക്ക പോയി അനിയിപ്പോ എന്നോട് ഞാൻ പറഞ്ഞു ആ മോനെ ചന്ദ്രേട്ടൻ കായ്യരല്ലേ അപ്പൊ അനീപ്പ എന്നോട് പറഞ്ഞു അനക്ക് എത്ര കായ്യരാണ് എന്ന് 100 റുപ്യാന്ന് മേടിച്ചിട്ട് അപ്പൊ അനീപ്പ എന്നോട് പറഞ്ഞു 100 റുപ്യ ഞാൻ മേടിച്ചരാ അനീപ്പാക്ക് 70 റുപ്യ കൊടുക്കാൻ പറഞ്ഞു. എന്നിട്ട് എന്നിട്ട് ഞാൻ ഉമ്മാനോട് ചോദിച്ചിട്ട് പറഞ്ഞു ഉമ്മ കുടുംബശ്രീക്ക് പൈസ വേണം എന്നിട്ട് ഉമ്മാനോട് 70 റുപ്യ മേടിച്ചിട്ട് അനീപ്പാക്ക് കൊടുത്ത്. 100 റുപ്യ വാങ്ങി തന്നിട്ട് എനിക്ക് മേടിച്ചന്നില്ല. ഓൻ പറയാ നാളെ ചന്ദ്രേട്ടൻ ഓനെ ചീത്ത അറിഞ്ഞു തന്നെ ഇപ്പൊ അനീപ്പാന് ഈ വൈക്ക് കാണില്ല പഠിച്ച കള്ളനാണ് ഓനില്ലേ. ഒരു കാര്യം ചെയ്യാ കണ്ണാടി ഇതൊക്കെ വെച്ചാണ്ട് പോയിരുന്നു. കണ്ണാട വെച്ചിക്കണ ഓനെ കാണട്ടെ ഒരു കാര്യം ചെയ്യാം. ഞാനൊരു 50 റുപ്യ എനിക്ക് ഒന്നും മേടിച്ചരാ. എന്നോട് എന്നാള് പറഞ്ഞു പറഞ്ഞാ ഇജ്ജ് എന്നിട്ട് ഓൻ്റെ ഇരുന്ന് 100 റുപ്യ മേടിച്ചത് ചന്ദ്രന്റെ അടുത്തുനിന്ന് പിന്നെ 50 റുപ്യ കൂടി തരാ അനീഫാന്റെ 70 റുപ്യ കൊണ്ട് മേടിച്ചു തരുമോ? ആദ്യം 100 കൊണ്ടാ 50 റുപ്യന്റെ ഇല്ലപ്പോ ഞാൻ ഇമ്മാനോട് പനിയാണ് ഗുളിക അങ്ങനെ വാങ്ങി തരാം ഞാൻ പോട്ടടാ. ഇപ്പൊ ഓന്റെ പെര ഉണ്ടാവണല്ലേ? ഓന്റെ പെരയിലുണ്ടാവും പറയാൻ പറ്റില്ല. ഓന് പാന്റ് സോക്ക് ഇട്ടിട്ട് വേനത്തൊക്കെ ഇട്ടിട്ട് പോയിക്കണ് കണ്ണാടൊക്കെ വെച്ചിട്ട് ഒരു പണി വലിയ ഗാമറാണ്. എന്തായാലും ഗാമറാണ് നടക്കുന്നത്. അല്ല പാന്റും കണ്ണാടി ഇതൊക്കെ ഉണ്ട്, ഷൂ ഇല്ല. ഒരു രസമില്ല, ഒരു കോന്തനാണ്. എന്നിട്ട് എല്ലാരോടും പറയാ ഞാൻ കുഞ്ഞാപ്പൂന്റെ മരുന്നല്ല, ഞാൻ ഭംഗിയുണ്ട് നടക്കുക. അങ്ങോട്ട് പോയിക്കണോ? നമുക്ക് കൂടി തോന്നുന്നുണ്ടാവും ഭംഗിയുണ്ടെന്നില്ലേ? നമുക്ക് കൂടി തോന്നണ്ടേ? എന്നു പോയിട്ടേ ഞാൻ പോവടാ. ചോറ് കിട്ടിയില്ലല്ലേ അമ്മ കൊടുക്കാൻ. ഇനി ഉമ്മ അവിടെ വേറെ ഉണ്ടാക്കിക്കോളൂ. അപ്പൊ ഞാൻ കുറച്ചുകൂടി ഞാനും തിന്നു.